അല്ല, പോലീസും നിങ്ങളുമൊക്കെ ഒരേ ഇനം. ഞങ്ങൾ കുറെ കൂടി അന്തസ്സുള്ള കൂട്ടർ, ക്രിമിനൽസ്. കൂലി വാങ്ങി പറഞ്ഞേൽപ്പിക്കുന്ന ജോലി അന്തസ്സായി ചെയ്യുന്നവർ, സ്ട്രൈറ്റ് ഫോർവേഡ്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. പുറമേ മാന്യതയുടെയും സേവനത്തിന്റെയൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് നടന്ന് ചെറ്റത്തരം കാണിക്കുന്ന കൂട്ടർ. ക്രിസ്റ്റി, വേണ്ട. ഞാൻ ചെറ്റത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ ഗുണം നിനക്കും കിട്ടിയിട്ടുണ്ട്. അതെന്റെ തൊഴില്, ജീവിക്കാൻ വേണ്ടി. ഒന്നാ പാപം തിന്നാ തീരുവെന്ന് വേദപുസ്തകത്തിലും പറയുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ആ ശവങ്ങൾ കൂടി തിന്നിട്ടിങ്ങ് പോന്നാ മതിയായിരുന്നല്ലോ. ശവന്തീനികൾ നിങ്ങൾ രാഷ്ട്രീയക്കാരാണ് ഭായി. ജീവച്ഛവങ്ങളായ ജനങ്ങളെ കുറേശ്ശെ കുറേശ്ശെ ഭക്ഷിക്കുന്നവർ. നിന്നെ പോലെ ക്രൂരമായി ഞങ്ങൾ ആരെയും കൊല്ലുന്നില്ലല്ലോ. ഇല്ലേ, നിങ്ങൾ ആരെയും കൊല്ലുന്നില്ലേ ഭായി? പിന്നെ നിങ്ങളിപ്പോ എന്നെ കൊണ്ട് ചെയ്യിച്ചതോ? പാവം ഒരു പെൺകുട്ടിയെ, അതും സ്വന്തം ഭാര്യയുടെ അനിയത്തിയെ, പോരാത്തതിനൊരു ചോര കുഞ്ഞിനെയും. എനിക്ക് ന്യായീകരണങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്കോ? ക്രിസ്റ്റി, നീ ഹേയ്, ഭായി പേടിക്കാൻ പറ്റും വേണ്ട. ഞാൻ ചതിക്കില്ല. പക്ഷേ എന്റെ പണം അതെനിക്ക് ഇന്ന് തന്നെ കിട്ടണം. ഓക്കേ? ശ്യാമേട്ട, എന്തുപറ്റി? ഏയ്, അല്ല, എന്തോ ഉണ്ട്. ശ്യാമേട്ടനാകെ മൂഡ് ഓഫാ. ഗംഗയ്ക്ക് വെറുതെ തോന്നുക. എനിക്കൊരു മൂഡ് ഓഫും ഇല്ല. അത് വെറുതെ. ഞാൻ പറയട്ടെ ശ്യാമേട്ടൻ എന്താ ഓർത്തെന്ന്? രേണുകയെ കുറിച്ചല്ലേ? എനിക്കറിയാം ശ്യാമേട്ടന് നല്ല വിഷമമുണ്ടെന്ന്. അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നല്ലോ ഒന്നും, അല്ലേ ശ്യാമേട്ട? ഗംഗേ, നീ കരുതുന്ന പോലല്ല ഞാൻ. എല്ലാം എനിക്കറിയാം ശ്യാമേട്ട. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, ഒക്കെ സംഭവിച്ചു പോയതല്ലേ. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല ശ്യാമേട്ട. ശരിക്കും പറഞ്ഞ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതുകൊണ്ടല്ലേ ശ്യാമേട്ടൻ എനിക്ക് കിട്ടിയത്. ഒന്നും ഞാൻ ഓർക്കാൻ ശ്രമിച്ചതല്ല ഗംഗേ. എല്ലാം മറന്നു തുടങ്ങിയതുമാണ്. പക്ഷേ ഇന്നാ സിയെ അയാള് വീണ്ടും എന്നെ കൊണ്ടെല്ലാം വാരി പുറത്തെടുവിച്ചു. ക്രൂവൽ. സാരമില്ല ശ്യാമേട്ട, പോട്ടെ. ഒരിക്കലും ശ്യാമേട്ടന്റെ മനസ്സ് വേദനിക്കരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. അയാള് ഒരുപക്ഷെ ഇവിടെ വന്നേക്കും. ആര്? ആ സി എ അരുൺകുമാർ. ചിലപ്പോ ഗംഗയും ഇവിടെയുള്ള മറ്റുള്ളവരെയും ചോദ്യം ചെയ്തേക്കും. എന്നെയോ? എന്തിന്? ഞാൻ പറഞ്ഞില്ലേ, അയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ആ ഓവർ സ്മാർട്ട് ഫെലോ. കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അയാൾ കുത്തി എന്നോട് ചോദിച്ചു. ഒരുതരം സാഡിസ്റ്റിനെ പോലെ. അതവരുടെ ജോലിയല്ലേ ശ്യാമേട്ട, നമ്മളതൊന്നും കാര്യമാക്കണ്ട. സത്യം പറഞ്ഞ നിന്നെ എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല ഗംഗ. ആ കുട്ടിയുടെ കാര്യത്തിൽ സങ്കടം ഉണ്ടെങ്കിലും എനിക്കെന്നും അവളോട് നന്ദിയുണ്ടാവും. അവളല്ലേ എനിക്ക് എന്റെ ശ്യാമേട്ടനെ തന്നത്. എനിക്ക് ഈ ലോകത്ത് ശ്യാമേട്ടൻ മാത്രമേ ഉള്ളൂ. ആരൊക്കെ അവകാശം പറഞ്ഞു വന്നാലും ഒരിക്കലും ഒരിക്കലും എന്നെ വിട്ടുപോകല്ലേ ശ്യാമേട്ട. ഇല്ല ഗംഗ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല.
നമസ്കാരം സാർ. മിസ്സിസ് അരുന്ധതി മേനോൻ ഉണ്ടോടോ? ഉണ്ട് സാർ, ഓഫീസിലുണ്ട്. രേണു ചേച്ചിയെ കണ്ടുപിടിക്കുക, താലോലം പൂട്ടുക. രേണു ചേച്ചിയെ കണ്ടുപിടിക്കുക, താലോലം പൂട്ടുക. രേണു ചേച്ചിയെ കണ്ടുപിടിക്കുക, താലോലം പൂട്ടുക. രേണു ചേച്ചിയെ അയ്യോ, തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ് സാർ. പൂട്ടുക. തലയ്ക്ക് അസുഖം നിനക്ക്. താലോലം പൂട്ടുക. രേണു ചേച്ചിയെ കണ്ടുപിടിക്കുക. മിണ്ടായിരിക്കടോ. പോടാ. ദോ. നമസ്കാരം സാർ. ആ നമസ്കാരം. ഞാൻ CA അരുൺകുമാർ. രേണുകയുടെ കേസന്വേഷണത്തിന്റെ ചുമതല എനിക്കാ. ഞാൻ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇരിക്കണം സാർ. താങ്ക്സ്. ബൈ ദ വേ, ഞാൻ മാഡത്തിന്റെ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു ആരാധകനാണ് എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോളൂ. ഓ, താങ്ക് യു. മാഡത്തിന്റെ ഹസ്ബൻഡ് ജേർണലിസ്റ്റ് അതെ, ഡൽഹി വീക്കിൽ. മേനോൻ സാറും ഞങ്ങളുടെ ഒരു ലൈനാണ് അല്ലേ മാഡം? ഇൻവെസ്റ്റിഗേഷൻ. രണ്ട് മീഡിയയാണെന്നേ ഉള്ളൂ, ഒന്ന് പോലീസും മറ്റേ ജേർണലിസവും. രേണുകയുടെ തിരോധാനത്തെക്കുറിച്ച് മാഡം ഹസ്ബൻഡിനോട് സംസാരിച്ചിരുന്നോ? യെസ്. എന്നിട്ട് അദ്ദേഹം എന്തോ അഭിപ്രായം പറഞ്ഞു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും. ഓക്കെ. രേണുക ശരിക്കും ഇവിടെ വെച്ച് തന്നെയല്ലേ മിസ്സായത്? അതെ. രേണുക മിസ്സാവുന്നതിൻ്റെ അന്ന്, അതായത് ജൂൺ 1-ാം തീയതി, രേണുകയ്ക്ക് പ്രത്യേകിച്ച് വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നതായി മാഡം ഓർക്കുന്നുണ്ടോ? അങ്ങനെ വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നതായി? സാധാരണ രേണുകയെ കാണാൻ ആരൊക്കെയാണ് വരാറുള്ളത്? അധികവും രേണുകയുടെ വീട്ടുകാർ തന്നെയാ വരാറുള്ളത്. വീട്ടുകാരെന്ന് പറഞ്ഞാൽ? നിർമ്മല ടീച്ചറും രാധികയും, പിന്നെ രാധികയുടെ ഹസ്ബൻഡ് ധനപാലനും. അയാളാണ് അധികവും വരാറുണ്ടായിരുന്നത്. ആര്? ധനപാലനോ? അതെ. പിന്നെ അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ധനപാലൻ. ഈ ധനപാലൻ ആളെങ്ങനെയാണ് മാഡം? വളരെ മാന്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല പെരുമാറ്റം, വിനയം. രേണിയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ അയാൾക്കായിരുന്നു കൂടുതൽ താല്പര്യമെന്ന് തോന്നി. ഓഹോ. രേണുക ശരിക്കും എന്നാണ് ഇവിടെ എത്തിയതെന്ന് മാഡത്തിന് ഓർമ്മയുണ്ടോ? 7-8 മാസങ്ങൾക്ക് മുമ്പാണ്, ഒരു ഞായറാഴ്ച. ഞായറാഴ്ച എന്ന് കൃത്യമായിട്ട് ഓർക്കാൻ കാരണം? ഞായറാഴ്ചകളിലാണ് താലോലത്തിലേക്ക് ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വാൻ പോകാറുള്ളത്. അന്നാണ് ഇത് കുഴപ്പമാണ് കേട്ടോ. ഏതോ സെറ്റപ്പ് പാർട്ടിയാന്ന് തോന്നുന്നു.
ഞാനൊന്ന് മുട്ടി നോക്കാം. എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്? അല്ല, പോവാ. അങ്ങനെയാണ് ഞങ്ങളുടെ വാനിൽ കയറി പറ്റിയതെന്ന് രേണുക അന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഉം. ആ വരൂ കുട്ടി. ഇതാണ് സർ മീനാക്ഷി. ഓ, സദാശിവന്റെ കംപ്ലൈന്റ് ലെറ്ററിലെ കക്ഷി. താങ്ക്സ്. സദാശിവം വന്നു പോയത് പിന്നെ ഇവളാകെ അപ്സെറ്റാണ് സർ. ഹേയ്, പേടിക്കണ്ട. ഇനി ഒരിക്കലും സദാശിവന്റെ ശല്യം ഉണ്ടാവില്ല. ആ രേണുകയെ ആദ്യം കാണുന്നത് ഈ മീനാക്ഷിയാണ് സർ. അതെയോ? എവിടെ വെച്ച്? തൈ താഹ ദി തൈ താഹ തൈ താഹ ദി തൈ താഹ ദി തൈ താഹ 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 എന്താടി? என்ன ஆச்சு? கடவுளே, ആരാ ഇത്? എങ്ങനെ ഇതിനകത്ത് വന്നു? ഞാനിത് എവിടെയാ? കുട്ടി ഞങ്ങളുടെ വാനിനുള്ളിൽ ടൗണിൽ വെച്ച് കുറച്ച് ആളുകൾ എന്നെ ശല്യപ്പെടുത്തി. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താ പേര്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ പേര്?
കുറച്ചിവിടെ നിൽക്ക്. സർ, രേണിയെ കാണാതായതിന്റെ പിറ്റേ ദിവസം രാവിലെ അവളുടെ ജനാലയ്ക്കരിയിൽ നിന്ന് കിട്ടിയതാ. തൽക്കാലം ഇതെൻ്റെ ഇരിക്കട്ടെ. ആ, ഡോക്ടർ ശ്രീദേവി ഒന്ന് വിളിക്കും മാഡം. ശ്രീദേവി ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ഹയർ സ്റ്റഡീസിന് പോയിരിക്കുക, ഡൽഹി. ഈ ശ്രീദേവിയും രേണുകയും തമ്മിൽ എങ്ങനെയായിരുന്നു? ഐ മീൻ, ആശയപരമായി അവർക്കെന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവര് തമ്മില് നല്ല ടേംസിൽ തന്നെയായിരുന്നു. രേണുക ഇവിടെ എത്തിയ വിവരം ഡോക്ടർ ശ്രീദേവി തന്നെയാ എന്നോട് വിളിച്ചു പറഞ്ഞത്. അപ്പോ മാഡം എവിടെയായിരുന്നു? രേണുക എത്തിയ സമയം ഞാൻ വീട്ടിലായിരുന്നു.